ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു HTML ഫയൽ തുടങ്ങുന്നത്, അതുപോലെ ഡോക് ടൈപ്പ്, HTML ടാഗ്, അതുപോലെ തന്നെ മെറ്റാ ടാഗ്, പിന്നെ ഹെഡിങ്, ബോഡി, ഇങ്ങനത്തെ ടാഗ്സൊക്കെ നമ്മൾ പഠിപ്പിച്ചു തന്നു എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ടാഗും കൂടി പഠിക്കാനുണ്ട്. അതായത് മെയിൻ കുറച്ച് നമുക്ക് ആഡ് ചെയ്യേണ്ട കുറച്ച് ടാഗ്സ് ഉണ്ട്. ആ ടാഗ്സ് നമ്മൾ കൂടി പറഞ്ഞുതരാം. പിന്നെ ബാക്കിയുള്ള ടാഗ്സൊക്കെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഓരോന്ന് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനനുസരിച്ച് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എന്താ വെച്ചാൽ ടാഗ് ഉണ്ട്. അതായത് നമുക്ക് ഒരു ടെക്സ്റ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു ടെക്സ്റ്റോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇമേജോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഇമേജിലേക്കോ അല്ലെങ്കിൽ ആ ടെക്സ്റ്റിലേക്കോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യണം, നേരെ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഏത് വെബ്സൈറ്റാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അതിന് വേണ്ടി നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നതാണ് ടാഗ്. ടാഗ് എന്തിനാണെന്ന് വെച്ചാൽ അതാണ് ആങ്കർ ടാഗ് എന്നൊക്കെ അതിനെ പറയാൻ പറ്റും. അതായത് എന്തിനാന്ന് വെച്ചാൽ ഒരു ലിങ്കൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ടാഗ് കൊടുത്താൽ മതി. ടാഗിൻ്റെ ഉള്ളിൽ എന്താണോ ടെക്സ്റ്റ് കൊടുക്കുന്നത് ആ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്താൽ നേരെ എന്ത് ചെയ്യും, റീഡയറക്റ്റ് അങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി എന്ത് ചെയ്യാം, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്യുക. അതിന് വേണ്ടി എന്ത് ചെയ്യുക, നേരെ നോർമലി നമ്മൾ എന്താണോ ചെയ്തത് ആ ചെയ്ത പോലെ തന്നെ എന്ന് കൊടുക്കുക, പിന്നെ ക്ലോസ് ചെയ്യുക, അവിടെ തന്നെ കാണും. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ദ ലിങ്ക് ടാഗ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ലിങ്ക് ടാഗ് കൊടുത്ത് ഞാൻ സേവ് ചെയ്ത് നമുക്ക് ഒന്നും കൂടി പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, ദിസ് ഈസ് ദ ലിങ്ക് ടാഗ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. വേറെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഇവിടെ, അല്ലേ? എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടെയാണ് ഒരു കൺസെപ്റ്റ് വരുന്നത്, ആട്രിബ്യൂട്ട് എന്നുള്ളത്. ഓക്കെ, ആ ആട്രിബ്യൂട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ആട്രിബ്യൂട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ഇൻഫോർമേഷൻ കൊടുക്കുന്നതാണ്. അതായത് ഒരു HTML എലമെൻറ്റിൻ്റെ കുറച്ചും കൂടി ഒരു ഇൻഫോർമേഷൻ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു ക്ലിയറായി പറയുകയാണെങ്കിൽ ഒരു ആട്രിബ്യൂട്ട് എന്തൊക്കെ ചെയ്യണം, അതിൽ എന്തൊക്കെ ബിഹേവ്സ് നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ളത് രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ആട്രിബ്യൂട്ട്. ഓക്കെ, ഈ ആട്രിബ്യൂട്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഒരു കീ വാല്യൂ ആയിട്ടാണ് ഇത് വരിക. അതായത് ഫോർ എക്സാമ്പിൾ ഒരു നെയിമും പിന്നെ അതിന് എന്താണോ വേണ്ടത് അതും ഉണ്ടാവും. ആ കീ വാല്യൂ പെയർ എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. അത് തന്നെ നമ്മൾ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് ടാഗ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു H1 ടാഗ് ആകുമ്പോൾ അതിനൊരു സ്റ്റാർട്ടിംഗ് ടാഗ് ഉണ്ടാവും, എൻഡിങ് ടാഗ് ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് ടാഗിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുക, ഈ ആട്രിബ്യൂട്ട് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ എന്നുള്ള ഒരു എലമെൻറ്റ് ഉണ്ട്, ആ എലമെൻറ്റിന് എന്തുണ്ട്, ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ എന്തുണ്ട്, ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, HRF എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ആ ആട്രിബ്യൂട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ടാഗ് എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒരു ഫോൾഡറിലേക്ക് ഇല്ലെങ്കിൽ വേറെ ഒരു വെബ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കൊടുക്കും. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആണ്. ഇപ്പോൾ www.flipkart ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അതിനെ റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്തിട്ട് നമ്മൾ പോയി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു നീല കളറിലായിട്ടുള്ളത്, അല്ലേ? നീല കളറിൽ അണ്ടർലൈൻ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടായെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആട്രിബ്യൂട്ട് കൊടുത്തു, എങ്ങോട്ട്, ഫ്ലിപ്കാർട്ടിലേക്ക് റീഡയറക്റ്റ് ചെയ്യണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നോക്കാം അത് വർക്കിംഗ് ആണോ എന്ന്. അതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നേരെ അങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്യും. കണ്ടോ, ഫ്ലിപ്കാർട്ട് എന്നുള്ളതിലേക്ക് എന്ത് ചെയ്ത് റീഡയറക്റ്റ് ചെയ്ത്. അതാണ് എന്ത്, ഈ പറഞ്ഞ ആട്രിബ്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ വെച്ചാൽ അതേ പേജിൽ നമ്മൾ എന്ത് ചെയ്തു, ആ URL കൂടെ തന്നെയാണ് നമുക്ക് വന്നത്. അതായത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതായത് എന്താ ഇപ്പോൾ ആയതെന്ന് വെച്ചാൽ നോക്കി, ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ കണ്ടോ, നമ്മൾ ആ ലോക്കൽ ഹോസ്റ്റിൻ്റെ കൂടെ തന്നെ, അതായത് ലോക്കൽ APIൻ്റെ തന്നെ ഒന്നിച്ച് തന്നെയാണ് ഈ വന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളിവിടെ ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഒരു ലിങ്കിൻ്റെ അത് എന്ത് ടൈപ്പാണ്, ഏത് മെത്തേഡാണോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ HTTP ഫുള്ളായിട്ട് ഇങ്ങനെ കൊടുക്കുന്നു. HTTPS കൊടുത്ത് സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ഇങ്ങോട്ട് പോയിട്ട് ഒന്നും കൂടി റൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് എന്ത് ചെയ്യുന്നത്, സ്വിച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനാണ് നമുക്ക് നേരത്തെ എന്ത് ചെയ്യാത്ത ആ ഫ്ലിപ്കാർട്ട് എന്നുള്ള വെബ്സൈറ്റ് കിട്ടാത്ത. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, നേരെ ഫ്ലിപ്കാർട്ട് എന്നുള്ള വെബ്സൈറ്റിലേക്ക് നേരെ റീഡയറക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ അല്ല വേണ്ടത്, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് അടുത്ത ഒരു ടാബിലാണ് നമുക്ക് വേണ്ടത്. ആ ടാബിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ വേറൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ആ ആട്രിബ്യൂട്ടിൻ്റെ പേരാണ് ടാർഗറ്റ് എന്നുള്ളത്. ഓക്കെ, ടാർഗറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നോക്കി ഇത് _blank എന്ന് ക്ലിക്ക് ചെയ്താൽ ബ്ലാങ്ക്. ഓക്കെ, ടാർഗറ്റ് നമ്മൾ അസൈൻ ചെയ്യുകയാണ് എന്ത്
അണ്ടർസ്കോർ ബ്ലാങ്ക് എന്ന് കൊടുത്ത് സേവ് ചെയ്ത് ഒന്നും കൂടി നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ അടുത്ത പേജിലേക്കാണ് അത് റീഡയറക്റ്റ് ആയി. ഈ പേജ് അവിടെ തന്നെ ഉണ്ട്. നേരത്തെയോ ഇതേ ടാബിൽ അടുത്ത ഫ്ലിപ്കാർട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്ത് വേറൊരു പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കുക. അതിനെന്താണ് ഉപയോഗിക്കുക? ടാർഗറ്റ് അണ്ടർസ്കോർ ബ്ലാങ്ക് എന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് ആട്രിബ്യൂട്ട് അതുപോലെ തന്നെ എ ടാഗ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ വേറൊരു ടാഗും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ എ ടാഗ് എന്ന് പഠിച്ചു. ഇനി നമുക്കൊരു ഇമേജ് വെക്കണം. ഒരു ഇമേജ് വെക്കാൻ എന്ത് ചെയ്യുക? അതിന് വേണ്ടിയാണ് ടാഗുള്ളത്. IMG ടാഗ് എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ട്. ആ IMG ടാഗിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇവിടെ സ്റ്റാർട്ടിങ് ടാഗ് മാത്രമാണല്ലോ, ക്ലോസിങ് ടാഗ് ഇല്ലല്ലോ, ഇത് എററാണല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അല്ല, ഇമേജ് ടാഗ്, അതായത് സെൽഫ് ക്ലോസിങ് ടാഗ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടാഗ്സ് ഉണ്ട്. അതായത് അതിനെന്തില്ല, സ്റ്റാർട്ടിങ് ടാഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിങ് ടാഗ് എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഇല്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ടാഗ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുക, പിന്നീട് വരുന്ന വീഡിയോസിൽ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം അത് ഏതൊക്കെയെന്ന്. അതിൽ ഒന്നാമത്തതാണ് IMG ടാഗ്. അങ്ങനെ കുറച്ച് ടാഗ്സ് ഉണ്ട്. അതായത് സെൽഫായിട്ട് അതിന് ക്ലോസ് ചെയ്യാൻ പറ്റും. ഓപ്പണിങ്ങും ക്ലോസിങ്ങിൻ്റെ ആവശ്യമില്ല. ഓപ്പണിങ്ങിൻ്റെ കൂടെ തന്നെ ഒരു സ്ലാഷ് കൊടുത്താൽ അത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും അത് ഒന്ന് തന്നെയാണ്. അത് എല്ലാ ടാഗിലും എന്തല്ല ആപ്ലിക്കബിൾ അല്ല. അതിൽ ചില ടാഗ്സ് ഉണ്ട്, അതിലൊന്നാണ് IMG ടാഗ്. ഓക്കെ, ഈ IMG ടാഗ് കൊടുത്താൽ എന്താ സംഭവിക്കാൻ നോക്കാം നമുക്ക്. ഇപ്പോൾ സേവ് ചെയ്തതിന് ശേഷം അവിടെ പോയി നോക്കുമ്പോൾ ഒന്നുമില്ല. കാരണം എന്താ? കാരണം ഒന്നുമില്ല തന്നെ. കാരണം നമ്മളിവിടെ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ബിഹേവ്, ചിലതൊക്കെ ആട്രിബ്യൂട്ട് കൊടുത്താലേ വർക്ക് ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ H1 നമ്മൾ എന്ത് ചെയ്തു, എ ടാഗിൽ എന്ത് ചെയ്തു, ഒരു ദിസ് ഈസ് ദ ലിങ്ക് എന്ന് ആദ്യം കൊടുത്തപ്പോൾ, ദിസ് ഈസ് ദ ടാഗ് എന്ന് കൊടുക്കുമ്പോൾ, ലിങ്ക് ടാഗ് എന്ന് കൊടുത്തപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. നോർമലി ഒരു പാരഗ്രാഫിൻ്റെ പോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായിട്ടില്ല, എന്താണ് ഒരു അതായത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായി. പിന്നെ HRF എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് കൊടുക്കുമ്പോഴാണ് അത് വർക്കായത്, അല്ലേ? അതുപോലെ തന്നെ ഇവിടെയും ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതായത് നമ്മൾ ബിഹേവ്, ഇത് എന്താ ബിഹേവ്, എന്താ ആക്ഷൻ കൊടുക്കേണ്ടത്, അതായത് ഇതിൻ്റെ കുറച്ച് ഇൻഫോർമേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞു. അതാണ് ഇമേജിന് നമുക്ക് ഇമേജ് കാണണമെന്നുണ്ടെങ്കിൽ ഇമേജ് ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ട ഒരു ആട്രിബ്യൂട്ടാണ് SRC, സോഴ്സ് എന്നാണ് അതിനെ പറയുക. ആ SRCൻ്റെ ഉള്ളിൽ കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, ഇമേജ് വരിക. ഈ SRC കൊടുത്തു കണ്ട, ഞാൻ കീ വാല്യൂ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ കീ വാല്യൂ SRC അസൈന് നമ്മൾ എന്ത് ചെയ്തു, അവിടെയാണ് ലിങ്ക് കൊടുക്കേണ്ടത്. ആ ലിങ്കിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഇമേജ് തിരഞ്ഞെടുക്കുക. ഇവിടുന്ന് ഒരു സാമ്പിൾ ഇമേജ് കൊടുക്കാം. ഓക്കെ, സാമ്പിൾ ഇമേജ് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് എടുക്കുകയാണ്. അതിന് ഗൂഗിളിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഇമേജിനെ കോപ്പി ചെയ്യുക, URL കോപ്പി ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്താൽ മതി. ഏത് ഇമേജ് നിങ്ങൾക്ക് എന്തോ ഇമേജ് തോന്നുന്ന ആ ഇമേജ് എടുക്കുക. ഞാൻ ഇപ്പോൾ സാമ്പിൾ ഇമേജ് കൊടുത്ത് അവിടെ കോപ്പി ഇമേജ് അഡ്രസ്സിൽ കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം നേരെ നമ്മളെ ഫയലിലേക്ക് വന്ന് ആ സോഴ്സിൽ കൊടുത്ത് സേവ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി പോയി വെബ്സൈറ്റ് എടുത്താൽ കണ്ടോ സംഭവം എന്ത് ചെയ്ത്, സാമ്പിൾ എന്നുള്ള ഇമേജ് ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ച്, എ ടാഗ് എന്തോ പഠിച്ചു, അതുപോലെ തന്നെ ആട്രിബ്യൂട്ട് എന്താ പഠിച്ചു, അതുപോലെ തന്നെ ഇമേജ് ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇനി അടുത്ത വീഡിയോയിൽ ഓരോ കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായി നമുക്ക് കാണാം. കീപ് വാച്ചിങ്.